ഹായ് എല്ലാവർക്കും നമസ്കാരം. BSc അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 7 നമുക്കായി നാം തന്നെ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാജ്യം ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കാനുള്ള ഉപാധിയാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ സംവിധാനത്തിൽ നിശ്ചിത കാലയളവുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് നിയമവിധേയവും നീതിപൂർവകവും ആയിരിക്കണം. ഏതൊരു പൗരനും ബാലറ്റിലൂടെ തൻ്റെ പ്രതിനിധിയെ നിർണ്ണയിക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ രൂപീകരിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കിയിട്ടാണ്. ജാതി, മതം, വർണ്ണം, വർഗം, ലിംഗം, ജനനസ്ഥലം, ഭാഷ എന്നീ വ്യത്യാസം പരിഗണിക്കാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. നമ്മുടെ രാജ്യത്ത് ധാരാളം രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ദേശീയ കക്ഷികൾ, സംസ്ഥാന കക്ഷികൾ, രജിസ്ട്രേഡ് പാർട്ടികൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ കക്ഷികൾ രാജ്യത്തെമ്പാടും സംഘടനാ തലം ഉള്ളതും ജനപിന്തുണയുള്ളതുമായ രാഷ്ട്രീയ കക്ഷികളാണ് ദേശീയ കക്ഷികൾ. ഒരു രാഷ്ട്രീയ കക്ഷിയെ ദേശീയ കക്ഷിയായി അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ടോ സീറ്റുകളോ നേടിയിരിക്കണം. ഇനി സംസ്ഥാന കക്ഷികൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളാണ് സംസ്ഥാന കക്ഷികൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചിത വോട്ട് നേടുന്ന കക്ഷികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന കക്ഷിയായി അംഗീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ ഉള്ളതൊന്നുകൂടെ നോക്കാം. രാജ്യം ആര് ഭരിക്കണം എന്ന് നിർണ്ണയിക്കാനുള്ള ഉപാധിയാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ സംവിധാനത്തിൽ നിശ്ചിത കാലയളവുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് നിയമവിധേയവും നീതിപൂർവകവും ആയിരിക്കണം. ഏതൊരു പൗരനും ബാലറ്റിലൂടെ തൻ്റെ പ്രതിനിധിയെ നിർണ്ണയിക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ രൂപീകരിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കിയിട്ടാണ്. ജാതി, മതം, വർണ്ണം, വർഗം, ലിംഗം, ജനനസ്ഥലം, ഭാഷ എന്നീ വ്യത്യാസം പരിഗണിക്കാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഒന്നുകൂടെ വായിക്കാം. ജാതി, മതം, വർണ്ണം, വർഗം, ലിംഗം, ജനനസ്ഥലം, ഭാഷ എന്നീ വ്യത്യാസം പരിഗണിക്കാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. അടുത്ത പോയിന്റ്, നമ്മുടെ രാജ്യത്ത് ധാരാളം രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ദേശീയ കക്ഷികൾ, സംസ്ഥാന കക്ഷികൾ, രജിസ്ട്രേഡ് പാർട്ടികൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതിൽ ദേശീയ കക്ഷികൾ എന്ന് വെച്ചാൽ രാജ്യത്തെമ്പാടും സംഘടനാ തലം ഉള്ളതും ജനപിന്തുണയുള്ളതുമായ രാഷ്ട്രീയ കക്ഷികളാണ് ദേശീയ കക്ഷികൾ. ഒരു രാഷ്ട്രീയ കക്ഷിയെ ദേശീയ കക്ഷിയായി അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ടോ സീറ്റുകളോ നേടിയിരിക്കണം. അടുത്ത പോയിന്റാണ് സംസ്ഥാന കക്ഷികൾ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളാണ് സംസ്ഥാന കക്ഷികൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചിത വോട്ട് നേടുന്ന കക്ഷികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന കക്ഷിയായി അംഗീകരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ നടത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ചുമതലയാണ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകണമെങ്കിൽ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഗവൺമെന്റിലേക്കുള്ള പഞ്ചായത്ത്, നഗര ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കമ്മീഷന് യാതൊരു ഉത്തരവാദിത്വവുമില്ല.
അടുത്ത പോയിന്റ് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവ നടത്തുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവ നടത്തുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 അംഗങ്ങൾ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്ന വിവിധ ചുമതലകൾ സൂചിപ്പിക്കുന്ന ചാർട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, പുതുക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കൽ, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം ഒക്കെ എന്താണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ നടത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകണമെങ്കിൽ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഗവൺമെന്റിലേക്കുള്ള പഞ്ചായത്ത്, നഗര ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കമ്മീഷന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഗവൺമെന്റിലേക്കുള്ള, അതായത് പഞ്ചായത്ത്, നഗര ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കമ്മീഷന് യാതൊരു ഉത്തരവാദിത്വമില്ല. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവ നടത്തുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത പോയിന്റ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 അംഗങ്ങൾ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 2 അംഗങ്ങൾ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്, ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്. അടുത്ത പോയിന്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്ന വിവിധ ചുമതലകൾ ഒന്ന് നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ അല്ലെങ്കിൽ പുതുക്കൽ. രണ്ടാമത്തേത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. അടുത്തത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന. അടുത്തതാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷകൾ തീരുമാനമെടുക്കൽ. അടുത്തത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ. അടുത്തതാണ് തെരഞ്ഞെടുപ്പ് നടത്തുക, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അടുത്ത പോയിന്റ് നോക്കാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം ചുമതലകളോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറ്റ് ചില ചുമതലകൾ കൂടി നിർവഹിക്കാനുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പരാതികൾ പരിശോധിക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നു. അടുത്ത പോയിന്റ്, ജനപ്രതിനിധികളെ തിരിച്ചറിയാം. വാർഡ് മെമ്പർ മുതൽ ലോക്സഭാംഗം വരെയുള്ള ജനപ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളോടൊപ്പം മറ്റു ചുമതലകൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പരാതികൾ പരിശോധിക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ നൽകുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നു. അടുത്തത്, ജനപ്രതിനിധികൾ ആരൊക്കെയാണ്? വാർഡ് മെമ്പർ മുതൽ ലോക്സഭാംഗം വരെയുള്ള ജനപ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് തെരഞ്ഞെടുക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. തങ്ങളുടെ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ മുഖ്യ ചുമതല. പ്രാദേശിക വികസനം, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തൽ തുടങ്ങിയവ എല്ലാ ജനപ്രതിനിധികളും നിർവഹിക്കേണ്ടതാണ്. ഇതിനായി പ്രാദേശിക വികസന ഫണ്ട് ജനപ്രതിനിധികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം.
മന്ത്രിമാർ കാര്യനിർവഹണ വിഭാഗത്തെയും നിയമസഭ നിയമനിർമ്മാണ വിഭാഗത്തെയും ഹൈക്കോടതി നീതിന്യായ വിഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. മന്ത്രിമാർ കാര്യനിർവഹണ വിഭാഗത്തെയും നിയമസഭ നിയമനിർമ്മാണ വിഭാഗത്തെയും ഹൈക്കോടതി നീതിന്യായ വിഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവ മൂന്നും ചേർന്നതാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ ഇവ മൂന്നും കൂടി ചേർന്നതാണ് എന്ത്? സംസ്ഥാന ഗവൺമെന്റ്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗങ്ങൾ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു. നീതിന്യായ വിഭാഗത്തിന്റെ ഡ്യൂട്ടി എന്താണ്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിലേതുപോലെ ദേശീയ തലത്തിലും ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ചാർട്ട് നോക്കാം. ഇന്ത്യയിലെ ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നു. അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഉൾക്കൊള്ളുന്നതാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾപ്പെടുന്നതാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം. അടുത്ത പോയിന്റ് നീതിന്യായ വിഭാഗം. അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾപ്പെട്ടതാണ് എന്ത്? നീതിന്യായ വിഭാഗം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മന്ത്രിമാർ കാര്യനിർവഹണ വിഭാഗത്തെയും നിയമസഭ നിയമനിർമ്മാണ വിഭാഗത്തെയും ഹൈക്കോടതി നീതിന്യായ വിഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവ മൂന്നും ചേർന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ ഘടകങ്ങൾ ഏതൊക്കെയാ? നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം എന്താണ്? നിയമങ്ങൾ നടപ്പാക്കുന്നു. നിയമം നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം, കാര്യം നടപ്പാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി നീതിന്യായ വിഭാഗത്തിന്റെ ഡ്യൂട്ടി എന്താണ്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനങ്ങളിലേതുപോലെ ദേശീയ തലത്തിലും ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ചാർട്ട് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം. അടുത്ത പോയിന്റ് കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയുണ്ട്? അവിടെയും രാഷ്ട്രപതി ഉണ്ട്, പിന്നെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗം. അടുത്ത പോയിന്റ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗമാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ നീതിന്യായ വിഭാഗമാണ്. അടുത്ത പോയിന്റ് നോക്കാം. നിയമനിർമ്മാണ സഭ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ഉൾപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യയുടെ പാർലമെന്റ്. അടുത്ത പോയിന്റ് ലോകസഭ അധോസഭയും രാജ്യസഭ ഉപരിസഭയുമാണ്. അപ്പം ലോകസഭ അറിയപ്പെടുന്നത് എന്താണ്? അധോസഭ എന്നും രാജ്യസഭ അറിയപ്പെടുന്നത് എന്താണ്? ഉപരിസഭ എന്നുമാണ്. അടുത്ത പോയിന്റ് നമ്മുടെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഘടന ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ലോകസഭ, രാജ്യസഭ എന്തൊക്കെയാണ്? ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് എന്ത്? ലോകസഭ. പക്ഷെ രാജ്യസഭയിൽ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണുള്ളത്. രാജ്യസഭയ്ക്ക് എന്താണ്? ജനങ്ങൾ നേരിട്ടല്ല ഇലക്ഷൻ നടത്തുന്നത്, തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ എത്ര അംഗങ്ങളാണ്? 238 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ലോക്സഭയിൽ 543 അംഗങ്ങളാണുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളെ കാണൂ. ലോകസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളെ കാണൂ. രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. അപ്പം ലോക്സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളും രാജ്യസഭയ്ക്ക് വരുമ്പോൾ അത് എത്രയായി? 12 അംഗങ്ങൾ നോമിനേഷൻ വഴി വന്നതാണ്. അടുത്ത പോയിന്റ് ലോകസഭ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. ലോകസഭ എന്താണ്? ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എന്താണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. ലോകസഭ എന്താണ്? ജനപ്രതിനിധി സഭ, പീപ്പിൾസ്
സഭ എന്നാണ് അറിയപ്പെടുന്നത് ലോക്സഭ. രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ. സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. അടുത്ത പോയിന്റ്, ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് ലോക്സഭയ്ക്ക് കാലാവധി. പക്ഷെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്, രാജ്യസഭയുടെ കാലാവധി സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ലോക്സഭയിൽ സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. രാജ്യസഭയിൽ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ലോക്സഭയിൽ സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു, രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. കാലാകാലങ്ങളിൽ രാജ്യത്ത് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക പാർലമെന്റിന്റെ സുപ്രധാന ചുമതലയാണ്. നിയമത്തിന്റെ കരട് രൂപം ബില്ല് എന്നറിയപ്പെടുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്ത ശേഷമാണ് ബില്ല് പാസ്സാക്കുക. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടുമ്പോഴാണ് അത് നിയമമായി മാറുന്നത്. ഇത്തരത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ രാജ്യത്തിന് മുഴുവൻ ബാധകമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഒരു ബില്ല് നിയമമാകുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കാം. സംസ്ഥാനങ്ങൾക്ക് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. ഉദാഹരണം പോലീസ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളാണ്. ഗവർണറുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ഈ ബില്ല് നിയമമായിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നിയമനിർമ്മാണ സഭ. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ? രാഷ്ട്രപതിയുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ലോകസഭയിൽ എന്താ അറിയപ്പെടുന്നത്? അധോസഭ. രാജ്യസഭയിൽ ഉപരിസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ലോകസഭ അധോസഭ, രാജ്യസഭ ഉപരിസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകസഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ ഉള്ളതാണെന്ത്? ലോക്സഭ. രാജ്യസഭയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. അപ്പോൾ 543 പേരാണ് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിൽ ഇപ്പം എത്രയാണ്? 238 പേരാണുള്ളത്. ഇനി ലോക്സഭയ്ക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. നാമനിർദ്ദേശം വഴി 2 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. പിന്നെ രാജ്യസഭയിലോ 12 അംഗങ്ങളാണ് നാമനിർദ്ദേശം വഴി ഇപ്പോഴുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് എന്താണ്? ലോകസഭയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അടുത്ത പോയിന്റ്, ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് എന്ത്? ലോക്സഭയുടെ കാലാവധി. പക്ഷേ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. അടുത്ത പോയിന്റ്, ലോക്സഭയുടെ അധ്യക്ഷൻ വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് ലോക്സഭയിൽ. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത് എവിടെ? രാജ്യസഭയിൽ. അടുത്ത പോയിന്റ് നോക്കാം. കാലാകാലങ്ങളിൽ രാജ്യത്ത് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക പാർലമെന്റിന്റെ സുപ്രധാന ചുമതലയാണ്. നിയമത്തിന്റെ കരട് രൂപം ബില്ല് എന്നാണ് അറിയപ്പെടുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്ത ശേഷമാണ് ബില്ല് പാസ്സാക്കുക. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടുമ്പോഴാണ് അത് നിയമമായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ രാജ്യത്തിന് മുഴുവൻ ബാധകമാണ്. ഒരു ബില്ല് നിയമമാകുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കാം. സംസ്ഥാനങ്ങൾക്ക് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. ഉദാഹരണം പോലീസ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളാണ്. ഇത് ഗവർണറുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ഈ ബില്ല് നിയമമായിട്ട് മാറും. അടുത്ത പോയിന്റ് നോക്കാം. കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയുടെ ചിത്രമാണ് മേലെ തന്നിട്ടുള്ളത്. അപ്പോൾ നയങ്ങൾ രൂപീകരിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും രാജ്യത്തെ ദൈനംദിന ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം. നയങ്ങൾ രൂപീകരിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും രാജ്യത്തെ ദൈനംദിന ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഘടകമാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിൽ 2 തലങ്ങളിൽ കാര്യനിർവഹണ വിഭാഗം പ്രവർത്തിക്കുന്നു. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അപ്പോൾ
ഓരോന്നിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെന്താണ് കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അടുത്ത പോയിന്റാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഗവർണർ, സംസ്ഥാന മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ ഉൾപ്പെടുന്നത് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് ആര്? രാഷ്ട്രപതി. എല്ലാ കാര്യനിർവഹണാധികാരവും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. എല്ലാ കാര്യനിർവഹണാധികാരവും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹം നാമമാത്ര ഭരണാധികാരിയാണ്. അദ്ദേഹം എന്താണ്? ഒരു നാമമാത്ര ഭരണാധികാരിയാണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നു. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നു. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. അദ്ദേഹത്തിന് കാര്യനിർവഹണപരവും നിയമനിർമ്മാണപരവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഉണ്ട്. അപ്പൊ രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. കാര്യനിർവഹണപരവും നിയമനിർമ്മാണപരവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. കൂടാതെ ചില അടിയന്തര അധികാരങ്ങളും ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് കേട്ടോ ഈ നൽകിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, നയങ്ങൾ രൂപീകരിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും രാജ്യത്തെ ദൈനംദിന ഭരണ നിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിൽ 2 തലങ്ങളിൽ കാര്യനിർവഹണ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും 2 സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അപ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് നോക്കാം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അതിൽ ആരൊക്കെയുണ്ട്? ഗവർണർ, സംസ്ഥാന മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം അടങ്ങിയതാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അടുത്ത പോയി നോക്കാം. രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് ആര്? രാഷ്ട്രപതി. എല്ലാ കാര്യനിർവഹണാധികാരവും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹം നാമമാത്ര ഭരണാധികാരിയാണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നു. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. അദ്ദേഹത്തിന് കാര്യനിർവഹണപരവും നിയമനിർമ്മാണപരവും നീതിന്യായപരവുമായ അധികാരങ്ങളുണ്ട്. കൂടാതെ ചില അടിയന്തര അധികാരങ്ങളും ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇന്ത്യയിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. ഇന്ത്യയിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം എന്താണ്? പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നത് മന്ത്രിസഭയാണ്. ആരാണ്? മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്ത പോയിന്റ്, ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള അത്രയും കാലം മാത്രമേ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ. പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഏതാനും ചുമതലകളൊന്നും നോക്കാം. എന്തൊക്കെയാണ്? മന്ത്രിമാരെ നിശ്ചയിക്കുകയും വകുപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരെ നിശ്ചയിക്കുകയും വകുപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അടുത്ത പോയിന്റ്, പ്രസിഡന്റിനെയും മന്ത്രിസഭയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത പോയിന്റ്, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം
അടുത്തത് അന്തർദേശീയ വേദികളിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രഥമ സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രഥമ സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ എല്ലാ മന്ത്രിമാരും ബാധ്യസ്ഥമാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭ രാജിവെച്ചതായി കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ എപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പം ഇതൊന്നുകൂടെ നോക്കാം. പ്രധാനമന്ത്രി മന്ത്രിസഭയും. ഇന്ത്യയിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള അത്രയും കാലം മാത്രമേ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഇനി പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഏതാനും ചില ചുമതലകളൊന്നും നോക്കാം. മന്ത്രിമാരെ നിശ്ചയിക്കുകയും വകുപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. പ്രസിഡന്റിനെയും മന്ത്രിസഭയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അടുത്തത് ലോക്സഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു. അടുത്തത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. അടുത്തത് അന്തർദേശീയ വേദികളിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്ത പോയിന്റ്, മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രഥമ സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ എല്ലാ മന്ത്രിമാരും എന്താണ്? ബാധ്യസ്ഥരാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭ രാജിവെച്ചതായിട്ട് കണക്കാക്കും. അടുത്തത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഈ നീതിന്യായ വിഭാഗത്തെ കുറിച്ച് ഒന്ന് നോക്കാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, സ്വതന്ത്ര നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗം ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തെ സ്വാധീനിക്കുക സാധ്യമല്ല. ഇത് ഭയരഹിതമായി വിവിധ കേസുകളിൽ വിധി കൽപ്പിക്കാൻ കോടതിയെ സഹായിക്കുന്നു. ജഡ്ജിമാരുടെ നിയമന രീതി, സേവന വ്യവസ്ഥകൾ നീക്കം ചെയ്യൽ, വിമർശനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രത ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ്. പോയിന്റ് നോക്കാം. രാജ്യത്തെ നീതിന്യായ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ സുപ്രീം കോടതിയുടെ ചിത്രവും പിന്നെ നീതി ദേവതയുടെ ചിത്രവും. അപ്പോൾ അടുത്ത പോയിന്റ്, നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും തർക്കങ്ങൾ തീർപ്പാക്കി നീതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഘടകമാണ് എന്ത്? നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും തർക്കങ്ങൾ തീർപ്പാക്കി നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ഘടകമാണ് നീതിന്യായ വിഭാഗം. സ്വതന്ത്രമായ ഒരു നീതിന്യായ വിഭാഗമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടന സൂചിപ്പിക്കുന്ന ചിത്രം നോക്കാം. സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട്. ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ഇൻക്ലൂഡഡായിട്ടുള്ള സഭയാണെന്ത്? സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതി എന്താണ്? രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്. ഇന്ത്യ മുഴുവൻ അധികാരപരിധി, ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ഉണ്ട്. അടുത്തതാണ് ഹൈക്കോടതി. സംസ്ഥാനത്തെ ഉയർന്ന കോടതിയാണ് എന്ത്? ഹൈക്കോടതി. അതിൻ്റെ അധികാരപരിധി സംസ്ഥാനത്തുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ഹൈക്കോടതിയുടെ അധികാരപരിധി എവിടെയാണ്? സംസ്ഥാനത്തുണ്ടാകുന്ന കേസുകളാണ് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത്. അടുത്തത് എന്താണ്? ജില്ലാ കോടതി. സിവിലും ക്രിമിനലുമായ കേസുകൾ പരിശോധിക്കുന്ന സ്ഥലമാണ് ജില്ലാ കോടതി. അധികാരപരിധി റവന്യൂ ജില്ലയാണ്. അടുത്ത പോയിന്റ്, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത്. സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്വതന്ത്ര നീതിന്യായ വിഭാഗം എന്താണ്? നീതിന്യായ വിഭാഗം ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തെ സ്വാധീനിക്കുക സാധ്യമല്ല. ഇത് ഭയരഹിതമായ വിവിധ കേസുകളിൽ വിധി കൽപ്പിക്കാൻ കോടതിയെ സഹായിക്കുന്നു. ജഡ്ജിമാരുടെ നിയമന രീതി, സേവന വ്യവസ്ഥകൾ നീക്കം ചെയ്യൽ, വിമർശനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത പോയിന്റ്, നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും തർക്കങ്ങൾ തീർപ്പാക്കി നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ഘടകമാണ് എന്ത്? നീതിന്യായ വിഭാഗം. സ്വതന്ത്രമായ ഒരു നീതിന്യായ വിഭാഗമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അടുത്ത പോയിന്റാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടന ഒന്ന് നോക്കാം. സുപ്രീം കോടതിയാണ് ഫസ്റ്റ്. രാജ്യത്തെ പരമോന്നത നീതിപീഠമാണെന്ത്? സുപ്രീം കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് സുപ്രീം കോടതിക്ക്. അടുത്തത് ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരുമാണ്. അടുത്തത്
ഹൈക്കോടതി സംസ്ഥാനത്തെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അധികാരപരിധി സംസ്ഥാനമാണ്. സംസ്ഥാനത്തുണ്ടാവുന്ന കേസുകൾ പരിശോധിക്കുന്നതാണ് എന്ത്? ഹൈക്കോടതി. ജില്ലാ കോടതിയാണ് അടുത്തത്. സിവിലും ക്രിമിനലുമായ കേസുകളാണ് പരിശോധിക്കുന്നത് ജില്ലാ കോടതിയിൽ. അധികാരപരിധി എന്താണ്? റവന്യൂ ജില്ലയാണ് ജില്ലാ കോടതിയുടെ അധികാരപരിധി. അടുത്തത് സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് എവിടെയാണ്? സബ് കോടതിയിലാണ്. മുനിസിപ്പൽ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതികളിലൊക്കെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള തർക്കങ്ങളാണ് കോടതികളുടെ മുമ്പാകെ എത്തുക? വ്യക്തികൾ തമ്മിലുള്ളത്, വ്യക്തികൾ ഗവൺമെന്റ് തമ്മിലുള്ളത്, സംസ്ഥാന ഗവൺമെന്റ് തമ്മിലുള്ളത്, സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തമ്മിലുള്ളത്. ഈ തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണ്. രാജ്യത്തെ പരമോന്നത കോടതിയെ സുപ്രീം കോടതിക്ക് ഉദ്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശാധികാരം, റിട്ടധികാരം എന്നിങ്ങനെ 4 തരം അധികാരങ്ങളുണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്ക് രാജ്യത്ത് ഏതൊക്കെ 4 അധികാരങ്ങളാണുള്ളത്? ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശാധികാരം, റിട്ടധികാരം എന്നിങ്ങനെ 4 തരം അധികാരങ്ങളുണ്ട്. അടുത്തതാണ് കേസുകൾ നീണ്ടുപോകാതെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിലൂടെ യഥാസമയം നീതി ലഭ്യമാക്കുക ഇത്തരം നീതിന്യായ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തർക്കങ്ങൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മറ്റു ചില പ്രത്യേക സംവിധാനങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഹരിത ട്രൈബ്യൂണൽ, ജല ട്രൈബ്യൂണൽ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് പൊതുഭരണം? രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റ് രൂപം നൽകുന്ന പരിപാടികളും വികസന പദ്ധതികളും കോടതി വിധികളും ഫലപ്രദമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി മനുഷ്യവിഭവങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണം. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് മാത്രം ഇവയുടെ പ്രയോജനം ജനങ്ങളിൽ എത്തുകയില്ല. ഗവൺമെന്റ് രൂപീകരിക്കുന്ന നയങ്ങളും പരിപാടികളും കോടതി വിധികളും ജനങ്ങളിലേക്ക് എത്തുന്നത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. അടുത്ത പോയിന്റ്, പൊതുഭരണം എത്രമാത്രം കാര്യക്ഷമമാകുന്നോ അത്രമാത്രം ഫലപ്രദമായ രീതിയിൽ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തും. അതായത് ഗവൺമെന്റുകളുടെ വിജയവും പരാജയവും പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയിൽ അധിഷ്ഠിതമായ കാര്യമാണ്. അപ്പോൾ പൊതുഭരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രം നോക്കാം. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അടുത്തത് ജനക്ഷേമം ഉറപ്പാക്കുന്നു. അടുത്തത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അടുത്തത് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇതൊക്കെ എന്താണ്? പൊതുഭരണത്തിന്റെ പ്രാധാന്യമാണ്. ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. സ്വകാര്യ ഭരണം. സ്വകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനത്തിന് സ്വകാര്യ ഭരണം എന്ന് പറയുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനത്തിന് എന്താണ്? സ്വകാര്യ ഭരണം എന്ന് പറയുന്നു. സ്വകാര്യ ഭരണം നിർവഹിക്കപ്പെടുന്നത് സ്വകാര്യ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെയാണ്. അവിടെ ജോലി ചെയ്യുന്നവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് വ്യക്തികളോ സ്വകാര്യ കമ്പനികളോ ആണ്. അടുത്ത പോയിന്റ്, മന്ത്രിമാരെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലും പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതു ഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നതും ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതും ഇവരിലൂടെയാണ്. രാജ്യത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്വകാര്യ ഭരണം. സ്വകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനത്തിന് സ്വകാര്യ ഭരണം എന്ന് പറയുന്നു. സ്വകാര്യ ഭരണം നിർവഹിക്കപ്പെടുന്നത് സ്വകാര്യ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെയാണ്. അവിടെ ജോലി ചെയ്യുന്നവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് വ്യക്തികളോ സ്വകാര്യ കമ്പനികളോ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. മന്ത്രിമാരെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് രൂപം നൽകിയിട്ടുണ്ട്. മന്ത്രിമാരെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നതും ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതും ഇതിലൂടെയാണ്. അടുത്ത പോയിന്റ്, രാജ്യത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു.
അടുത്ത പോയിന്റ് നോക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ്. ശ്രേണീപരമായ സംഘാടനം. ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴേക്ക് വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടുന്ന രീതിയാണ് എന്ത്? ശ്രേണീപരമായ സംഘാടനം എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. സ്ഥിരത. നിശ്ചിത പ്രായം വരെ സേവന കാലാവധി. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് എന്താണ്? സ്ഥിരത ഉണ്ടായിരിക്കും. നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം ആണ്. യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നിയമനം. വിദ്യാഭ്യാസം, പ്രായം ഒക്കെ മാനദണ്ഡമാക്കിയിട്ടാണ് എന്ത്? നിയമനം. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രീയ നിഷ്പക്ഷത. രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കാൻ പാടില്ല. രാഷ്ട്രീയ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്. രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കാൻ പാടില്ല. അടുത്ത പോയിന്റ് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ഉദാഹരണം കർത്തവ്യങ്ങൾ, കൃത്യത, സൂക്ഷ്മത എന്നിവയോടുകൂടി നിർവഹിക്കാനുള്ള ശേഷി ഉണ്ടാവണം. വൈദഗ്ധ്യം ഉണ്ടാവണം. എന്തൊക്കെയാണ്? കർത്തവ്യങ്ങൾ, കൃത്യത, സൂക്ഷ്മത എന്നിവയോടുകൂടി നിർവഹിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് എന്ത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, KPSC. സമാന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും PSC ഉണ്ട്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ കേരളത്തിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണെന്ത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, KPSC. സമാന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും PSC ഉണ്ട്. PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്ത പോയിന്റ് ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ ഗവർണറാണ്, ദേശീയ തലത്തിൽ ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘാടനം, പിന്നെ സ്ഥിരത, യോഗ്യത, പിന്നെന്താണ്? രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യമൊക്കെ ആണെന്ത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. അടുത്ത പോയിന്റ് കേരളത്തിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, KPSC. സമാന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും PSC ഉണ്ട്. PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അതുപോലെ ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ്, ഇതിനെക്കുറിച്ച് നോക്കാം. അഖിലേന്ത്യാ സർവീസ് എന്താണ്? കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിനെ കുറിച്ച് നോക്കാം. അഖിലേന്ത്യാ സർവീസ്, ആൾ ഇന്ത്യ സർവീസിൽ എന്താണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത പോയിന്റ് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നതാണ് എന്ത്? അഖിലേന്ത്യാ സർവീസ്. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS ഒക്കെ എന്തിൻ്റെ കീഴിലാണ്? ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ കീഴിലാണ്. അതായത് അഖിലേന്ത്യാ സർവീസിൻ്റെ കീഴിലാണ്. അടുത്ത പോയിന്റ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് എന്താണ്? സെൻട്രൽ സർവീസിലെ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത പോയിന്റ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ നിയമിക്കുന്നു. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലാണെങ്കിൽ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു. കേന്ദ്ര സർവീസിലാണെങ്കിൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമിക്കുന്നത്. അടുത്ത പോയിന്റ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, IFS, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, IPS. അടുത്ത പോയിന്റ് സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കുന്നു. അപ്പോൾ സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമനം നടക്കുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? സെയിൽസ് ടാക്സ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒക്കെ സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്. ഒന്നുകൂടെ നോക്കാം. അഖിലേന്ത്യാ സർവീസിൽ എന്താണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS, ഇന്ത്യൻ പോലീസ് സർവീസ് ഒക്കെയാണ് എന്ത്? ഓൾ ഇന്ത്യ സിവിൽ സർവീസിന് എക്സാമ്പിൾ. അടുത്തതാണ് കേന്ദ്ര സർവീസ്. സെൻട്രൽ സർവീസിൽ എന്താണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ പോസ്റ്റൽ സർവീസും. അടുത്ത പോയിന്റ് എന്താണ്? സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്താണ്? സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെന്താണ്? സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെയിൽസ് ടാക്സ് ഓഫീസറും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമാണ്.
അടുത്ത പോയിന്റാണ് ഇ ഗവേണൻസ് ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, വ്യക്തികൾ കാലത്തിനനുസരിച്ച് ഇലക്ട്രോണിക് സാക്ഷരരാകുന്ന പോലെ ഗവൺമെന്റുകളും അവരുടെ സേവനങ്ങൾ ഇന്റർനെറ്റ് വഴി ആക്കുന്നുണ്ട്. ഇത് ഭരണ നവീകരണത്തിലേക്ക് നയിക്കുന്നു. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. വ്യക്തികൾ കാലത്തിനനുസരിച്ച് ഇലക്ട്രോണിക് സാക്ഷരരാകുന്ന പോലെ ഗവൺമെന്റുകളും അവരുടെ സേവനങ്ങൾ ഇന്റർനെറ്റ് വഴി ആക്കുന്നുണ്ട്. ഇത് ഭരണ നവീകരണത്തിലേക്ക് നയിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുന്നു. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന് ഇ ഗവേണൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഭരണരംഗത്തുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തലിനെയാണ് എന്ത് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നത് ഇ ഗവേണൻസ് സഹായകമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത്? സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. പിന്നെന്താണ്? വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. അടുത്ത പോയിന്റ് എന്താണ്? സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന് ഗുണമേന്മയും വർദ്ധിക്കുന്നു. അടുത്ത പോയിന്റാണ് വിവരാവകാശം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. 2005 വിവരാവകാശ നിയമം വഴിയാണ് ജനങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചത്. അപ്പോൾ വിവരാവകാശം എന്താണ്? ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. 2005 വിവരാവകാശ നിയമം വഴിയാണ് ജനങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചത്. അടുത്തത്, ഈ നിയമം എന്തിനു വേണ്ടി? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഊട്ടിയുറപ്പിക്കുന്നതിന്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, പൊതുസ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇ ഗവേണൻസ് എന്താണ്? ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. വ്യക്തികൾ കാലത്തിനനുസരിച്ച് ഇലക്ട്രോണിക് സാക്ഷരരാകുന്ന പോലെ ഗവൺമെന്റുകളും അവരുടെ സേവനങ്ങൾ ഇന്റർനെറ്റ് വഴി ആക്കുന്നുണ്ട്. ഇത് ഭരണ നവീകരണത്തിലേക്ക് നയിക്കുന്നു. അടുത്ത പോയിന്റാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന് ഇ ഗവേണൻസ് എന്ന് പറയുന്നു. ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് ഇ ഗവേണൻസ് സഹായകമാണ്. ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണുള്ളത് നോക്കാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. അടുത്ത പോയിന്റാണ് സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. അടുത്ത പോയിന്റ്, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അടുത്ത പോയിന്റാണ് വിവരാവകാശം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. 2005 വിവരാവകാശ നിയമം വഴിയാണ് ജനങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചത്. ഈ നിയമം എന്തിനു വേണ്ടിയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഊട്ടിയുറപ്പിക്കുന്നതിന്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, പൊതുസ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന്. വിവരാവകാശ അടുത്ത പോയിന്റ്, ഇതെങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ്. വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷ മതി. അടുത്ത പോയിന്റ്, 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കണം. സ്ഥാപന മേധാവി വിവരാവകാശ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പൊതുകാര്യത്തെക്കുറിച്ചായിരിക്കണം അന്വേഷണം. അപേക്ഷകന്റെ മേൽവിലാസം ഉണ്ടാകണം. അടുത്ത പോയിന്റാണ് വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങളുടെ പ്രയോഗവും ചുമതലകൾ നിർവഹിക്കലുമാണ് കമ്മീഷനുകളുടെ ചുമതല. എപ്പോഴാണ് വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടത് എന്ന് നോക്കാം. കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കൽ, നിരസിക്കൽ, അപൂർണമായ മറുപടി നൽകൽ, തെറ്റായ മറുപടി നൽകൽ, തൃപ്തികരമല്ലാത്ത മറുപടി നൽകലൊക്കെ വരുമ്പോഴാണ് വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വരുന്നത്. അടുത്ത പോയിന്റ്, ഇത്തരം സാഹചര്യങ്ങളിൽ പരാതിക്കാരന് കമ്മീഷന് മുമ്പാകെ അപ്പീൽ കൊടുക്കാവുന്നതാണ്. വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥനുമേൽ മറുപടി നൽകുന്നത് വരെ ഓരോ ദിവസവും 250 രൂപ നിരക്കിൽ പിഴ ശിക്ഷ വിധിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഇത് പൊതുഭരണ സംവിധാനത്തെ ശക്തവും കാര്യക്ഷമവുമാക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഇത് പൊതുഭരണ സംവിധാനത്തെ ശക്തവും കാര്യക്ഷമവുമാക്കുന്നു.
അടുത്തതാണ് ഭരണപരിഷ്കാര കമ്മീഷൻ. സംസ്ഥാനത്തെ പൊതുഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതിന് കമ്മീഷൻ പ്രാധാന്യം നൽകുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ലോക്പാലും ലോകായുക്തയുമാണ്. അഴിമതി ഭരണത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ സംഭവിച്ചാൽ അവ തടയുന്നതിനുള്ള സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും. അഴിമതി ഭരണതലത്തിലോ രാഷ്ട്രീയ തലത്തിലോ സംഭവിച്ചാൽ അവ തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ദേശീയതലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടി നിർദ്ദേശിക്കാനും ഇവയ്ക്ക് അധികാരമുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ചുമതലയാണ് വിജിലൻസിനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ചുമതല. അടുത്ത പോയിന്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ട്. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. അടുത്ത പോയിന്റ്, വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികൾ നിലവിലുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഓംബുഡ്സ്മാനാണ്. ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി, സ്വജനപക്ഷപാതം, ദുർവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതി നൽകാനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് പരാതിയുമായി നേരിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ക്ലാസ്സുകളിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.